ഏവർക്കും നമസ്കാരം. ഹിന്ദു സംസ്കൃതിയെ അനുസരിച്ച് ശവം ദഹിപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, നമുക്കറിയാം എല്ലാവർക്കും. ഈ സഞ്ചാരത്തോടുകൂടി നമ്മളവിടെ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. എന്താണ് അങ്ങനെ അത് വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ ചിതയിലി ദഹനത്തിന് ശേഷം ചിതയിൽ ബാക്കിയാകുന്ന ശരീരം ഉൾക്കൊള്ളുന്ന ചാരം, അത് ഈ സസ്യങ്ങൾ, വാഴ, ചേമ്പ് അതുപോലുള്ള സസ്യങ്ങൾ വളമായിട്ട് തന്നെയാണ് വലിച്ചെടുക്കുന്നത്, നമുക്കറിയാം. അതുകൊണ്ടാണ് ഇതിങ്ങനെ നടുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ ചുവട് വെട്ടിക്കളഞ്ഞിട്ട് പലരും ഇതിങ്ങനെ നടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ വേരോടുകൂടി തന്നെ ഇത് കുഴിച്ചു വെക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പലയിടത്തും വ്യത്യസ്തമായിരിക്കുന്ന സസ്യങ്ങൾ നടുന്നത് കാണാം. അവിടെ വ്യത്യസ്തമായിരിക്കുന്ന മൂലകങ്ങൾ ആ മണ്ണിൽ നിന്ന് വലിച്ചെടുത്തു കൊള്ളും. ഇവിടെ ഒരു മൃതൻ്റെ ശരീരം പൂർണ്ണമായും സസ്യങ്ങൾ വലിച്ചെടുക്കും. പിന്നീട് ആ സസ്യങ്ങൾ നശിക്കുന്നത് മൂലം പ്രപഞ്ചത്തിലെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ആ പ്രാണൻ എത്തിച്ചേരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മളിങ്ങനെ നടക്കുന്ന ഈ അവസ്ഥയാണ് ഡീകോമ്പോസിഷൻ. നടക്കാൻ വേണ്ടിയിട്ടാണ് ദഹിപ്പിക്കുന്നത്. ശാസ്ത്രീയപരമായിരിക്കുന്ന വശമാണ്. ഒരു കാരണവശാലും അടിഭാഗം മുറിച്ച് കളഞ്ഞിട്ട് സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കരുത് ദഹിപ്പിക്കുന്ന സ്ഥലത്ത്. ഏവർക്കും നല്ലത് വരട്ടെ. കരിനിലിയമ്മയും സർവ്വ പടിമാന മക്കളുടെ അനുഗ്രഹ ആശിസ്സുകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്നും ഉണ്ടാകുമാറാകട്ടെ. ഓ നമഃശിവായ. പഞ്ചമുഖരുദ്രായ വേദാധിപതി പരമേശ്വര ഭഗവത്പാദവൃന്ദമാണ്.